കുറച്ചൊന്നും മറക്കിറങ്ങി വന്നീന് ചാവി മറന്നു വണ്ടിന്റെ അടുത്ത് എത്തിയപ്പോ ചാവില്ല അല്ലാത്ത വീഡിയോ എടുക്കണം മോശം തിന്നണീന് കുഴപ്പമൊന്നുമില്ല. അസ്സലാമലൈക്കും. അപ്പൊ ഇന്ന് നമ്മളെ രണ്ടാളും ഇറങ്ങിയാണ്. ഇടയ്ക്കര അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാണ്ടായില്ലേ, അപ്പൊ അതിന് വേണ്ടി ഇറങ്ങിയാണ്. അപ്പൊ ഓളെ കയ്യില് വലിയൊരു കേക്കും പാത്രം ഉണ്ട്, ചോറും മീൻകറി അതൊക്കെ കാണാണ്ടാവും. നല്ല മത്തിപ്പൊരിയാണ് മത്തിക്കറി. അപ്പൊ അമ്മായി പൂച്ചക്ക് ഓല് വിടല്ല. അമ്മായിക്ക് സ്വൈര്യ സമാധാനം ഞമ്മക്ക് തരുന്നില്ല. കാരണം വിളിച്ചെന്നെ അപ്പൊ 3 മണി 3:30 3:45 ആയിട്ടപ്പോ ടൈം. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ചൂടും വെയിലും ഒക്കെ നല്ല കാറ്റുണ്ട് അപ്പുറത്തോട്ടായോണ്ടേ. നമ്മളവിടെ ഒന്നും ഇല അനങ്ങൂല കേട്ടോ. ഭയങ്കര ചൂടാണ്. അതിന് പടുത്ത കണ്ണമ്മ കുരു പൊന്തി എല്ലാരും ഇപ്പൊ കടപ്പുറത്ത് പോയാണ്ട് ഗിരിയൊക്കെ ഇട്ട് ഉറങ്ങാണ്. ഞാൻ കടലുണ്ടോ ലാസ്റ്റ് ഒന്നായിട്ട്. ചൂടാണെങ്കിലും കുഴപ്പമില്ല. അവിടെ പോയിട്ട് പാമ്പുണ്ടാവൂലേ? ഇപ്പൊ പാമ്പാളെ ഇതായോണ്ടേ ഭയങ്കര പോവല്ലേ മുന്നേ പോവല്ലേ. അതിലൊക്കെ ശരിക്കും അടിച്ചോണ്ടിട്ടോ. ഏതോ ഏതും ഇടവ് മതിയായിട്ടൊക്കെ വരാൻ പാമ്പനല്ലേ. അതിന് ആര് വരണം വിചാരിച്ചാലും ഇടവ് മതി. പാമ്പന്നെ വേണമെന്നൊന്നുമില്ല. പിന്നെ പഠിച്ചോ മരിച്ചാൻ വിചാരിച്ച ഏത് അടവ് കൂടി തിരികിട്ട് കാര്യമില്ല. അത് വരും. ഇതൊന്നും പറയുന്നില്ല. എന്റെ ചൂടുകൂരാട്ടി കൊടുത്ത അതാ പോണ്. മനസ്സ കുന്നതാ നോക്കുമ്പോ കുന്നതാ നോക്കുക. വർത്താനം പറയാനേ വെള്ളം കലക്കി തരാൻ അമ്മായില്ല. അന്ന് അവിടെ ഒരു മാങ്ങച്ചാറൊക്കെ വെച്ചിന്. പെരീക്കൊക്കെ കൊണ്ടി മാങ്ങച്ചാറാണ്. പിന്നെ മതി ഇപ്പൊ വേണ്ട. അവിടെ എടുത്ത് വെച്ചേക്കണ കുപ്പിയിലൊക്കെ വെച്ചീനേ. അന്ന് ഞാൻ പിന്നെ പോയില്ലല്ലേ, ജല പോയേച്ച് വണ്ടി ഇല്ലാത്തോണ്ട്. പോളാണ് റൈഡറ്. പോൾ എല്ലായിടത്തോടെ എത്തുന്നുണ്ട്. ഞാൻ ജയിലിലായി. പക്ഷെ ഇപ്പൊ പുറത്തേക്കാണെങ്കിൽ ഒരു അജ്ജുമില്ല. അത് ഞമ്മള് കേറി വാതിലും ആരൊക്കെ തുറക്കട്ടെ. പൂച്ചക്കും കാര്യമൊക്കെ തിന്നാൻ കൊടുത്ത റെസ്റ്റ് എടുത്ത് കുത്തിരിക്കുകയാണ്. ഓലാരും ഇല്ലാതെ ഓലെ പേരെങ്ങനെ കാട്ടിയിട്ട് കാര്യമില്ലല്ലോ അല്ലേ. ആളില്ലാത്ത രീതിയിൽ കയറി ഇങ്ങനെ വീഡിയോ എടുക്കണം. മോശം നമ്മളെ തറവാടൊക്കെയാണ് ഒന്നാമത് അല്ലേ. ഞങ്ങളെ അച്ചാറൊക്കെ തിന്നിക്കണം. ഈ കട്ടൊക്കെ എടുത്ത് തിന്നിക്കണം. എന്താ പറയാത്ത ആളില്ലാത്ത വീഡിയോ എടുക്കണം. മോശം തിന്നണീന് കുഴപ്പമൊന്നുമില്ല. അതിനെത്താ നമ്മളെ വരല്ലേ. ഈ പെരിയിലേ ഞാന് ഷെഫീഖൊക്കെ 4, 5 ആ തരായൊക്കെ ആവുമ്പോ ഉമ്മ വെള്ളത്തിനാവും. അല്ലെങ്കിൽ ഉമ്മ താഴത്തൊക്കെ എന്തേനേന്ന് പോകും. ഉമ്മ പളിക്ക എങ്ങട്ടേലൊക്കെ പോകും. ഇനി ഷെഫീഖിനെ ഒറ്റക്ക് ഇട്ടിട്ട് ടൈമിൽ ഓളെ പരിപാടി എന്താ വെച്ചാല് ഓളെ കഴിച്ചുമ്പോ നഗ ഉണ്ടായിന്. അന്ന് 5-10 പേരിൽ ഓളിങ്ങനെ വളർത്തും. എന്നിട്ട് മുടി നന്നായിട്ട് അയച്ചിടും. ഓളിങ്ങനെ പഠിച്ച മാതിരി കടക്കും. അപ്പൊ നമ്മള് ഉമ്മ അങ്ങനെ പോകുമ്പോ അറിയാലോ. അന്നൊക്കെ ഭയങ്കര പിത്തിന കിട്ടോ. പിത്തിനായിട്ട് ഇറന്നോണ്ടി വരുവോളം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കൂടാൻ നിക്കണ്ടെന്ന് പോകും. ഞങ്ങൾക്ക് പ്രേതത്തിനെ ഭയങ്കര പേടിയാ. അതിന്റെ സിനിമ കാണാനും അങ്ങനെ നല്ലോ കാണാനും കേൾക്കാനും കഥ കേൾക്കാനൊക്കെ ഭയങ്കര ഇഷ്ടാ. ഭയങ്കര പേടിയാണേ കാണും. പിന്നെ മൂത്രയിച്ചാലും പുറത്തൊക്കെ ഇറങ്ങാൻ ഞങ്ങൾ ഇറങ്ങൂല. പക്ഷെ എന്നാലും ഇരുന്ന് കാണും കേട്ടോ. അപ്പൊ ആ ടൈമിൽ ഓള് അങ്ങനെ ഒന്ന് തല്ലൂടി എന്തെങ്കിലും കാട്ടിയ പിന്നെ ഓള് മരിച്ചു. അപ്പൊ മരിച്ച് അന്ന് എന്തല്ലോ. അപ്പൊ നമ്മള് ഞാൻ താത്ത നീച്ച് താത്ത ശ്വാസം അങ്ങനെ പിടിച്ചേക്കും. ജീവണ്ടാവില്ല. ചിരിച്ചിന് ആൾക്കാരാണെങ്കിൽ അവമ്മത് ആൾക്കാരോ ചിരിച്ച് എന്നിട്ട് 1/2 മണിക്കൂർ 3/4 മണിക്കൂർ അങ്ങനെ കറക്കും. ഉമ്മ എണ്ണീനൊരു 10-15 മിനിറ്റ് ആയാല് നിങ്ങളാരാ നിങ്ങളെന്താരാ. അപ്പോതിനോള് ഷെഫി കടന്നു പായും. ഞാൻ പിന്നാലെ കൂടി ഞങ്ങളെ താത്തല്ലേ താത്ത മരിച്ചില്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് ഈ കുന്നുംപുറത്ത് രാത്രി 7 മണിക്ക് 8 മണിക്കൊക്കെ ഓള് പ്രേതായി എങ്ങനെ ഉണ്ടാവും. ആരുമില്ല. വിശാലമാമി ഭൂലോകം പറയണതിന് ആരുമില്ല. അമ്മ വള്ളത്തിന് പോവില്ലേ. എന്നാല് കൊറേ പേടിപ്പിച്ചു. ഞാൻ ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ പേടിപ്പിച്ച. പക്ഷെ ഇന്നാരും പേടിപ്പിച്ചാലോ ഞാൻ ചത്തണം. കാര്യം എന്നാണ് മറ്റോ ഇതില് നമ്മളെ ഇതിലെ കള്ളുണ്ട് അറിഞ്ഞീന്. അപ്പൊ അന്ന് രാത്രി ഞാനില്ലേ ചെറിയപ്പോ അങ്ങോട്ട് പോയിട്ട് എന്തോ പറഞ്ഞ് ഞാൻ അവിടെ നിന്നതിൽ ഇന്ത്യയില് നല്ലൊരു പേടില്ലൊരു പടം ഉണ്ടായിന്. അന്ന് നമ്മളെപ്പോഴാ കടന്നത് 10-11 മണിയേക്കണ വർത്താനം പറഞ്ഞ് കടന്നപ്പത്തിന് 11-12 മണി. ഓള് പറഞ്ഞ് ഞാനില്ല. അന്ന് കുട്ടി കുറച്ച് ചെറുതല്ലേ. കുട്ടി രാത്രി ഒക്കെ പാൽ കുടിച്ചാ ആദ്യം ഉറങ്ങണില്ല. ആദ്യം എങ്ങനെ ആയാലും രാത്രി നമ്മള് കടന്നാലും ഉറങ്ങുള്ളൂ. അപ്പൊ ഇച്ചത് കാണണം, പടച്ച് കാണണം.
അപ്പൊ അതിന്റെ ട്രെയിലറും കാര്യമൊക്കെ നോക്കിയപ്പോ നല്ല പടം, നല്ല പേടിയുണ്ട്, ടെസ്റ്റ് എന്താ അതിന്റെ പേര്? എന്തേനു പേര് ഇവന്റെയാണ് എന്തൊരു ഇംഗ്ലീഷ് പേരാണ് അല്ലേ? അത് ഞാനത് നോക്കിട്ട് പറഞ്ഞതാ. എന്നിട്ട് രാത്രി 11:30 ആയിക്കണ്. അപ്പൊ അന്ന് അവിടെ ഇവിടെയൊക്കെ കള്ളന്മാരുണ്ട് എന്തൊക്കെ പറയണൊക്കെ, കള്ളം കയറുന്ന ടൈമാണെന്നോ. അപ്പോഴാണ് ഞങ്ങൾ ചൂടായിട്ട് തലക്കും പുറത്ത് ജനല് തുറന്നിട്ടിക്കണ്. പേടിയാ ജനല് ജനല് തുറന്നിട്ടിക്കണ്. അവന്റെ ഭാഗത്ത് തുറന്നിട്ടിക്കണ്, ഓളെ ഭാഗത്ത് തുറക്കണ്ട പറഞ്ഞു. അപ്പൊ ഞാനും അതും ഓളും ഇരുന്ന് കാണാണ്. പൂട്ടിയാണെങ്കിൽ അന്ന് ഉറങ്ങണ തന്നെയല്ല കേട്ടോ, ഓള് ചെറുത് ഉറങ്ങണ തന്നെയല്ല. കരിയ പാലുടിച്ച് അതാക്ക കൊറേ മടിയിൽ വെച്ച് കാണുന്നാലും കാണാക്കണില്ല ഞങ്ങള്. കുട്ടികള് കരിയുണ്ട്, കുട്ടികള് അതങ്ങനെ കാണും. മടിയില് പണ്ടാത്ത ആള് തുറക്കൂലേ, കൊറേ ചിരിച്ചും ചേച്ചോട്ടോ. അപ്പൊ പേടിച്ചിട്ട് വന്നാലും ഓള് പേടിച്ചു പോകുകയാണ്. അപ്പൊ ഞാൻ ചിരിച്ചിട്ട് ഞങ്ങള് അന്ന് കൊറേ ചിരിച്ചു കഴിഞ്ഞാല് ചെറുതുണ്ട് അനക്കൂല്ലേ, കൊറേ ചിരിച്ചു കഴിഞ്ഞാൽ എന്തേലും അപ്പൊ ചിരിച്ചാ പേടിയാണ്. സത്യം പറഞ്ഞാൽ ചിരിച്ചാൻ പേടി. പക്ഷെ അന്ന് രാത്രി നട്ട പാതിരാക്കാണ്. അപ്പൊ എന്തേലും ഇനി നായ്ക്കളെ ആ കുട്ടിക്ക് എന്തേലും പറ്റിയിട്ടുണ്ടെങ്കിലോ പാണ്ടാളൊക്കെ ഓർക്കൂല. അങ്ങനെ 2 മിനിറ്റ് ചെയ്ത അതിലെന്താ പേടിപ്പിച്ചാൻ ആ പ്രേതം വരുന്ന സീനാത്തുമ്പോ നമ്മള് തുടങ്ങും ആർക്കെങ്കിലും ചിരിച്ചലും. ഞാനും ഓള് കൂടിയാ വെറുതെ ചിരിച്ചു. അപ്പൊ പിന്നെയും ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഉറങ്ങ പാണ്ടാളകളെ ഫോണ് ഞാൻ ഇറങ്ങിയോട്ടെ ചർത്ത പ്രേതം വരാനേക്കണ്. അങ്ങനെ നിന്ന് 2 മണി വരെ ആ പടം കണ്ട് 2.5-2.25 മണിക്കൂർ വെച്ചിട്ടുണ്ടായിന്. പിന്നെ ഉള്ളത് മൂത്രമൊഴിച്ചാ പോണം, തിരിച്ചുടിച്ചാ പോവാൻ, തിരിച്ചുടിച്ചാ കൂട്ടി മാറ്റി. അപ്പൊ ഓള് ലാസ്റ്റ് കഴിഞ്ഞു. അപ്പൊ ഓളെന്തോ എന്തിനു പണിക്ക് പണി. ഞാൻ ഫസ്റ്റ് വേഗം പോയി മൂത്രമൊഴിച്ചെന്ന്, ബാത്റൂം പോയി മൂത്രമൊഴിച്ചെന്നേല് ഓള് അവിടെ ഇരിക്കുകയാണ്. അതിൽ എന്നോട് പറഞ്ഞ് ഞാൻ ഇരുന്നോർത്തുനിന്ന് എനിക്ക് ബാത്റൂമിന്റെ അവിടെ നിൽക്കണ്. അപ്പൊ ഇച്ചി നിന്ന് എവിടെ ഡേനാളിൽ തന്നെയാണ് ബാത്റൂം, ഇച്ചിച്ച് നിന്നേണ്ട എനിക്ക് കാവിൽ നിന്നോണ്ടാണ് എന്നെ ആരും കൊണ്ടുപോവാഞ്ഞേ പറഞ്ഞു. വന്നപ്പത്തിന് ഞാൻ പുറത്തിറങ്ങി. അതിലെന്തായി ഞാൻ പറഞ്ഞു ഞാൻ നിന്നരൂലജ് പോയിക്കോ, കടക്കണോടത്ത് ശരിക്കും കാണാം. ഓക്കാ വാതിന്റെ അവിടെ കാലിൽ ഞാൻ പറഞ്ഞു നിക്കൂല, ആജ് പോയിക്കോ. എന്നിട്ട് വലിച്ച് ചിരിച്ച് വലിച്ച് കടന്ന് അതൊന്നും ചെയ്തിട്ട് ആ സിനിമ പേടിയല്ലേ, പെട്ടെന്ന് തിരുമ്പോ എന്തെങ്കിലും കണ്ട കഴിഞ്ഞില്ല മനസ്സിന്റെ കഥ സിനിമയാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ആരും വന്നെന്താ കോട്ട് ഇത് അതിലും മണ്ടു, ഞാൻ അതിലും മണ്ടു, അതതിലും മണ്ടു. ഞാൻ അങ്ങനൊന്നും നോക്കൂല, ഞാൻ പായും. ഇത് പുറത്തൊക്കെ ഇറങ്ങുകയാണെങ്കിൽ മറ്റേ ചോറെടുക്കാനും ഞാൻ ആ വീട് എന്തേലും ഇട്ടിട്ട് നിങ്ങക്ക് ട്രെയില് ഞാൻ കാട്ടിട്ടുണ്ട് പറഞ്ഞത് മനസ്സിലാവില്ല. ഓളൊക്കെ നമുക്ക് പോകാം. പിന്നെ ഏത് മനസ്സിന് ജീവനെ പേടി ഉണ്ടാവില്ലേ. പോവാ അപ്പൊ ഞമ്മള് നേരെ ഇനി പെരിയ പോവാണ്. ഇനി പേരുണ്ട്, പേര എനിക്ക് കൊണ്ടുവരാ. ഞങ്ങൾ പോകാണ്. പോടി ഞങ്ങളൊക്കെ ഒന്ന് മുറക്കിറങ്ങി വന്നീന്, ചാവി മറന്നു. വണ്ടിന്റെ അടുത്ത് എത്തിയപ്പോ ചാവില്ല. ഞാൻ കുടുങ്ങി മേടിച്ചു അങ്ങനെ കുട്ടി കാര്യമുണ്ട്. കുനിമാ വിളിച്ചു സാധനങ്ങളൊക്കെ ഡിക്കിയിലെത്തിയാണ്. ഡിക്കി എവിടെ വെച്ചിക്കണെന്ന് അറിയോ? ചെറിയ എന്താ പിന്നെ ടിക്കിപ്പ എങ്ങനെയാ തുറന്ന? അതിലുണ്ടോ ചാവി? ഇല്ല, ഞാൻ അവിടെ കൊണ്ടുവച്ചിക്കണ്. ആ പാത്രം ഏതാണ് ടിക്കിക്ക ആർക്കല്ലേ? വണ്ടി ചേട്ടൻ ചാവിയാണ് കുഞ്ഞാടി. എന്റെ കജ്ജില് ഞാൻ കണ്ടിട്ടില്ലേ? ഇല്ല, ഞാൻ എടുത്തിട്ടില്ല. എവിടെ തുറക്ക ഇതിനെ? ഇല്ല, തറവാട്ടില്ല. ആരാ അവരാത്തില്ല കൊണ്ടടി. ഇനി വാതില് തുറക്കണ്ടേ? വന്നോ? അന്നെ പ്രേതം കൊണ്ടോട്ടെ, ഒറ്റക്ക് പോയിക്കോ. ജിന്ന ഒറ്റക്ക് ഇട്ടോക്കിയാ അവിടെ നോക്ക, അടുക്കളയില്. എന്ത് ചെയ്യാനാ, മറന്നുപോയി. ബോഡി നിലത്തുണ്ടോ? എന്താ അവിടെ ഒരു മഞ്ഞ?
അപ്പൊ ഞാൻ തന്നെ പോകേണ്ട അവസ്ഥ വന്നു. കാരണം ഓക്ക് കിട്ടണില്ല, എവിടെ തിരഞ്ഞിട്ടും കിട്ടണില്ല. ഏത് ഗുദാമിലാണ് അവ വെച്ചിക്കണേ. ബാബാ എന്റെ കയ്യിൽ ചാവിണ്ടോ ഒക്കെ? അല്ലാതെ ആര് കൊണ്ടുപോവാനാ? ഞാവലിന്റെ ചൊക്കൊക്കെ നോക്കി. ഞാവലുണ്ട് എന്നൊക്കെ പറഞ്ഞു ഇവിടെ നിന്നീ. ഇല്ല ഇക്കൊന്നിട്ടില്ല. വാതിലടച്ചില്ലല്ലോ അടുക്കളത്തെ. ഞമ്മളാരോ അങ്ങോട്ട് വിളിച്ചിരുത്തിയ വേഗം പോന്നു. ബാടി നിന്നോണ്ടാ. അനക്ക് കിട്ടിക്കണോ? എടീ കുട്ടിയാണെങ്കിലോ ഇവിടെ ഇപ്പൊ എങ്ങനെ അരിച്ചു പൊറുക്കുക? അന്റെ മകെടുത്താ പിന്നെ കിട്ടുവോ? അന്റെ കച്ചോക്കട്ടെ ശരിക്കും കിട്ടിക്കോ. സത്യം ഞാൻ കണ്ടിട്ട് തന്നെയല്ല ചാവിന്ന്. അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഈ തപ്പി ഇറക്കും ഉച്ചറങ്ങി അവിടെയും വെച്ചിട്ടുണ്ടാവും. ഞാൻ ഇപ്പൊ ഇവിടെ വെക്കല്ലാതെ എവിടെ വെക്കുക? ആ വീഡിയോ ഓഫാക്കിട്ട് ആ വീഡിയോയിലുണ്ടോക്കെ നോക്കല്ലേ? ആണ്ടാ ഇവിടെ ഇങ്ങനെ തരുന്നോ ചാവി വെക്കാത്തോടൊക്കെ എന്താ പറഞ്ഞെടുത്ത് കിടക്കുന്ന? ഞാൻ മോട്ടേന്റെ റൂമിൽ പോയിട്ടില്ല, അവിടെ കിടക്കുന്നുണ്ട് ചാവി ഒരു ടേബിൾ മേ. വേ വണ്ടിക്കാ പാതിരി പോട്ടിട്ട മണ്ട് മണ്ട് നിന്ന് ഏതായാലും കിട്ടി. ഇത് ഞാൻ വരാൻ വേണ്ടിച്ചിന്നെ പറ്റിച്ച് ഭയങ്കര കുന്നുംപുറം വെറുതെ കേറിങ്ങാണ്ട് കണ്ടാൻ പട്ടാണി ഇറങ്ങണ. ഹലോ ജ്യൂസ് കുടിച്ചാലടി നമുക്ക് 10 റുപ്യന്റെ 20 റുപ്യന്റെ ജ്യൂസ് അടി. മാംഗോ ഫ്രൂട്ടി. ഓ ഇനി കേറാക്കട്ടെ. ഒന്നുമില്ലല്ലോ. അതിന്റെ സൗണ്ട് ഒക്കെ കുറച്ചിന്. നമ്മളെ ശുണ്ടപ്പണീനെടുത്ത് പോന്നിട്ടുണ്ട്. ഞങ്ങളെ കൊച്ചുണ്ടാപ്പിരി അളകി നിൽക്കുകയാണ് അവിടെ. ഞങ്ങള് നമ്മളെ അച്ഛന്മാരുടെ വീട്ടിലേക്ക് അറിയില്ല വാതില് തല്ലി പൊളിച്ചു നോക്കാം. അപ്പൊ ഷാളൊക്കെ ഇട്ട് വേഗം വരും. അവിടെ കാണാം. ഞങ്ങൾ അങ്ങോട്ട് ആരൊരു പൊടി പോലും കാണില്ല. മലയാളം അറിയുന്നത് കുഴപ്പമില്ല. അതോ സാധനമാണോ? അമ്മ ആരാ? ഞാൻ ആരും കിക്കാൻ പറഞ്ഞു മറന്നേത് തട്ടങ്ങക്ക് പിന്നീട് വാതിലൊറക്കേ. അത് കോച്ചുണ്ടാവരിയാ പൂച്ച കൊട്ടുണ്ടാവരിയാ. ഇന്റെ സാധനങ്ങളൊന്നും എത്തിട്ടില്ല. കുഞ്ഞിപ്പെണ്ണെ 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 പോ കുഞ്ഞിപ്പെണ്ണെ കുഞ്ഞിപ്പെണ്ണെ കുഞ്ഞിപ്പെണ്ണു പോ. ചെവി പൊട്ടു. എടി അന്നത്തെ പ്രായങ്കില് ശരിക്കും പാടെ മാടി. അതിന്റെ പാടെ കുറവ് പോണ്ടോ? പെരും ചൂടും പോകല്ലേ ഇവിടെ. വരുന്നില്ല നാനുള്ള സ്വണ്ണ പോനാണ് മക്കത്തെ മക്കത്തിങ്ങളി ഉമ്മടെ തുട്ടുപ്പിനെ അടിച്ചാണത്. വല്ലാത്ത തുണ്ണപ്പനാണ്, വല്ലാത്ത തുണ്ടപ്പനാണ്. എന്തേ പണി ഉറങ്ങീനി? വെറുതെ മൊബൈൽ കളിച്ചെടുക്കുക. മാങ്ങയുടെ ജ്യൂസ് അടിച്ചാൽ മതി. ആണോ? പാലും ജ്യൂസും പറഞ്ഞിട്ട് പോമോള് ശരി. തണുത്ത വെള്ളം എല്ലാവർക്കും അനക്കും വേണം ഇച്ചും വേണം. ഓക്കെ.
ഇപ്പ കണ്ടിട്ടില്ല മോനെ ഇതാണ്ട് അവിടെ കുഞ്ഞുമാന്റെ അടുത്താക്കി പോന്നിക്കണ് ഇയാളോ ഞാന് മരപ്പം പോയിക്കണം അല്ല അവിടെ ഒലിപ്പടെ ക്ലാസ് എടുത്താ മതി ഇനി ക്ലാസ് കൊണ്ടുപോവാ ശുന്നമന്ന നമ്മളെ ചെങ്ങാതി കവിലല് തൊങ്ങി ഞങ്ങള് കവിലല് തൊങ്ങിക്കണിട്ടോ ഞങ്ങള് വലിയ കുത്തിയേക്കണല്ലേ അമ്പല തൊണ്ണാനെ അമ്പല ചൊണ്ണാനെ അടിച്ചിട്ട് കാണല കരയിപ്പിച്ചേ ഞാനുണ്ടല്ല തെറ്റിയനോട് തെറ്റി അതിന്റെ പൊന്നു ചെമ്പരിയാനീന് അതമ്പല പൊന്നമ്പരിയാനീന് എമ്പരിയാനി മുട്ടുമേടെ നിന്നിരുന്നാള് ഓയ് അടാ ആരെ കാറ്റിയത് ഇങ്ങനെ തെങ്ങായിനെ അത് തോന്നുന്നൊക്കെ തന്നെ അടുത്ത എന്താ അറിയണ്ട ഇനി കളയണ ചോദിച്ചിട്ടുണ്ട് മുടി കണ്ടിട്ടേ അല്ല പറഞ്ഞ ഒന്നുകൂടി കളഞ്ഞാ അതിലാ തിക്ക് ഇതില് വരും പറഞ്ഞ തിങ്ങിയാണ്ട് ആ ജംഷിക്കാക്കാനോടല്ലേ ചോദിച്ചോക്കണം ഞാൻ ഇന്നലെ കണ്ടീനി ഇങ്ങോട്ട് വന്നപ്പോഴേ പൊറാട്ടായിട്ട് വന്നില്ലേ അന്ന് കണ്ടീനി അവിടെ പണി ഉണ്ട് പറഞ്ഞില്ലേ കുന്മാനോട് അപ്പൊ ആ എടുത്താല് ജനാലിന്റെ സിമെന്റും ടൈൽസൊക്കെ ഒന്ന് അളകും അപ്പൊ അതിലിങ്ങ നിക്ക അപ്പൊ അനക്കാതെ എന്നാ അങ്ങനെ നിക്കൂലേ അറിയുണ്ട് ജംഷിക്കാക്ക് അതിന് വേറെ പൈസ വേണ്ടേ നമ്മള് കഴിഞ്ഞു കൗലല് ഞാൻ അളക്കം തുടങ്ങി പോകാനായില്ലേ എന്നാ ജ്യൂസ് കുടിച്ചിട്ടുണ്ട് ഓനൊടുക്കി 2 വീഡിയോ എടുത്ത് ഞങ്ങൾ ഒങ്ങി വീശിട്ടേ നല്ല മാങ്ങാ ജ്യൂസൊക്കെ എല്ലാരും കൂടി മാങ്ങ ജ്യൂസ് അടിച്ചിക്കണേ ഇതാവുന്ന ഇപ്പാക്കൊണ്ടി കൊടുക്കും കച്ചില്ലാത്ത അപ്പൊ നമ്മള് മാങ്ങാ ജ്യൂസൊക്കെ അടിച്ച് കുടിച്ചാണ് നിങ്ങൾക്കോ മധുര മധുര ഇട്ടതല്ലേ നിങ്ങള് കുടിച്ചൂലേ ഒരാശ്വാസം കഴിഞ്ഞു ഇപ്പാക്കും കൊടുക്കേ കുടിച്ച് മാണ്ടായിരുന്നു കുടിച്ചത് ചിന്നടപ്പാക്കും കൊടുക്കും നിങ്ങൾക്കോ എന്നാ അച്ചിമ്മ കുടിച്ചോളൂ അച്ഛമ്മ ഷുഗറിന്റെ മധുരം ചായയില് മധുരം ഇട്ട് കുടിച്ചൂല പക്ഷെ ഇതാണെങ്കിൽ ജ്യൂസൊക്കെ കുടിച്ചൂലേ കിട്ടുമ്പോ കിട്ടുന്നത് കുടിച്ചു മാണം തിന്നും മാണം അതിന് വെറുതെ ഇടാൻ പാടില്ല അല്ലേ ഞാൻ കുടിച്ചതീ കൊണ്ട പോകാനായില്ല എന്നിട്ട് പോകാം വള്ളാറില്ലേ പോവല്ലേ എന്റെ മക പഞ്ചസാര ചിന്തിക്കുന്നു ഒരു ചായക്കില്ല പഞ്ചസാര ഉണ്ട് അല്ലേ ചായക്ക് അടിച്ചോരിയാ ഞങ്ങൾ പോവുകയാണ് ഇട്ടാനായില്ലേ അടിച്ചോരിയാ മക്കളുണ്ടായ അങ്ങനെ വേണം അല്ലെ നിങ്ങള് പിരായി കൊല്ലൂലേ പറഞ്ഞ അല്ലെങ്കി പിരായി കൊല്ലും പറയാ ഓനെ അല്ലാതെ ആരാ സിപ്നാന്റെ കീറശാള് വയറ് കാട്ടി കൊടുത്ത കീറിയത് ഓള് പർദ്ദ ആട്ടി തന്നെ വീഡിയോ എടുത്ത പക്ഷെ പർദ്ദ കാണങ്ങള് ആ കീറിയതാട്ടി കൊടുത്ത ഇത് കീറിയിട്ടൊന്നുമില്ല ഷാള് ആ വീഡിയോയില് കീറീനി അത് വേറെ ഷാൾ ആണോ എന്നാ കീറിയിട്ടില്ല അപ്പൊ ഞങ്ങള് പോവാണമ്മ ഞങ്ങള് പോവാനിട്ടോ ആ അതാ പോണ് അപ്പൊ എല്ലാവർക്കും
എല്ലാവർക്കും എന്താ കൊക്ക? അസ്സലാമലൈക്കും മലയാളി. അസ്സലാമലൈക്കും. ബൈ ബൈ. കൊറേ ഉമ്മണ്ടോ? പോന്നോ പോന്നോ? അതാ വരുന്നു. പോന്നോ? ഓ പോന്നോ? ചോട വെള്ളം വെക്കണത് പോന്നോ? ആ പോവാ പോവാ പോവാ. അപ്പൊ നമ്മള് പോകാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ആക്കാണ്. അപ്പൊ ഞാൻ അടുത്ത വീഡിയോയില് കാണാം. എല്ലാവർക്കും അസ്സലാമലൈക്കും. അതോ ഞങ്ങളെ കോലം കണ്ട ബംഗാളികൾ മാറിക്കും. അപ്പൊ ഞങ്ങളെ അടുത്തൊരു കുരു ഉണ്ടായിക്കണേ. അതുകൊണ്ട് കണ്ണാടിക്ക ഇതൊക്കെ ചൂട് കുരുകളാണ്. ഞാന് ചെറിയപ്പോ മണാലിക്ക് വിട്ടാലോന്ന് ആലോചിച്ചു. ആരെങ്കിലും ഫ്രീ ആയി മണാലിക്ക് കൊണ്ടുപോകണമെങ്കിൽ വിളിച്ച. അപ്പൊ അമ്മീ അപ്പൊ അസ്സലാമലൈക്കും. എന്തേലും പറയുമ്പോ തള്ളു തന്നെ. ഞാൻ അങ്ങോട്ട് പോണ്.